ജോലിക്കാരി മാല മോഷ്ടിച്ചെന്ന് ഉടമയുടെ കള്ളപ്പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദലിത് സ്ത്രീ 20 മണിക്കൂർ തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിൽ നേരിട്ടത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയാണ്. അമ്പലമുക്കിലെ വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങവേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. അവിടെ എത്തുമ്പോൾ മാത്രമാണ് വീട്ടുടമസ്ഥയുടെ 2.5 പവൻ മാല മോഷ്ടിച്ച കുറ്റം തന്റെ പേരിൽ ചാർത്തപ്പെട്ട കാര്യം ബിന്ദു അറിയുന്നത്. നമ്മുടെ ജനമൈത്രി പോലീസിന്റെ ആത്മാർത്ഥത ഒരു സ്ത്രീ എന്ന് പോലും പരിഗണിക്കാതെ അവരെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ 20 മണിക്കൂറോളം ഒരു FIR പോലും ചാർജ് ചെയ്യാതെ നിർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ആരും ചോദിക്കാൻ വരില്ല. അല്ലെങ്കിൽ കീജാതിയാണ്, അല്ലെങ്കിൽ കറുത്തവനാണ്, ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളും വരില്ല എന്ന ധൈര്യം തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇവിടെയാണ് വേടന്റെ ഓരോ വരികൾക്ക് മൂർച്ചേറുന്നത് അല്ലെ. ഞാൻ പാണനല്ല, പറയനല്ല, പൊലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേല് ഒന്നുമല്ല എന്ന വാക്കുകൾക്ക് പ്രശസ്തി ഏറുന്നത് ഇപ്പോഴും നമ്മളെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ അവസാനത്തെ ഒരു ഉദാഹരണം ഈ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വന്നത്. ഒരു സസ്പെൻഷൻ കൊണ്ട് മാത്രം ഇത് തിരുത്തപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു പോലീസുകാരനെ സംബന്ധിച്ചിട്ട് സസ്പെൻഷൻ എന്ന് പറഞ്ഞാല് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനും ടൂർ പോകാനുള്ള ടൈം മാത്രമായിട്ട് കാണുള്ളൂ. 1-2 മാസം കഴിഞ്ഞാൽ വീണ്ടും അവർ സേനയിലേക്ക് തിരിച്ചു വരും. നിങ്ങളൊക്കെ സേനയിൽ കടക്കുമ്പോൾ ഒരു പ്രതിജ്ഞ ചെല്ലുന്നുണ്ട്, ഓരോ പൗരനും കൊടുക്കേണ്ട നീതി ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. അതൊക്കെ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അതൊക്കെ ഓർമ്മിക്കാനാണ് ഇവിടെ ഒരു കേരളത്തിലൊരു ഗവൺമെന്റ് ഉള്ളത്. ഓർമ്മിച്ച് കൊടുപ്പിക്കണം ഇതുപോലുള്ള പോലീസുകാരനെ, ഇതുപോലുള്ള വേർതിരിവ് കാണിക്കുന്ന പോലീസുകാർക്ക്. എല്ലാ പോലീസുകാരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, എന്നാലും ഇതുപോലുള്ള ആൾക്കാരെ മുഖം നോക്കി കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും നിശ്ചയിക്കുന്ന പോലീസുകാരെ തിരുത്തപ്പെടുക തന്നെ ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ.